അടുത്ത് നമ്മൾ ടോട്ടൽ അയൺസ് കണ്ടുപിടിക്കലാണ്. അതിലാദ്യം തന്നെ നമ്മൾ ഒരു വോളിമെട്രിക് നമ്മൾ ഈ വോളിമെട്രിക്കിൻ്റെ ഫ്ലാസ്ക് എടുത്തു. ഇതല്ലെങ്കിൽ ഇതിൽ കുറച്ച് വലിപ്പമുള്ളത് എടുക്കാം. അത് എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ 50 ml സാമ്പിൾ എടുക്കണം. അപ്പോൾ നമുക്ക് ബ്ലാങ്കും വേണം സാമ്പിൾ വേണം. നമ്മൾ ഒരു എണ്ണത്തിൽ സാമ്പിളും ഒരെണ്ണത്തിലും ബ്ലാങ്ക് സാമ്പിൾ വ്യത്യാസം പറയുമ്പോൾ ഒന്നിൽ ബ്ലാങ്ക് നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തരുന്ന സാമ്പിൾ ഉപയോഗിക്കാം. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ ഡിസ്റ്റിൽ വാട്ടർ എടുത്തു, ഒരെണ്ണത്തിൽ സാമ്പിൾ ഒഴിച്ചു. 50 ml നമ്മൾ 2 എണ്ണം വീതം എടുത്തു. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ 2 ml HCl ഇതിലേക്ക് ആഡ് ചെയ്തു, 2 ml ഇതിലേക്ക് HCl ആഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 1 ml ഹൈഡ്രോക്സിലമീൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ 1 ml 2 എണ്ണത്തിലും ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മളിത് നല്ലോണം ഷെയ്ക്കൊക്കെ ചെയ്ത് നമ്മളൊരു കുഞ്ഞ് ഇതുപോലത്തെ ബീക്കറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതിൽ ബ്ലാങ്കും അതുപോലെ സാമ്പിളും നമ്മളിതിൽ ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ബ്ലാങ്ക് ഒഴിച്ച് ഏതെങ്കിലും സാമ്പിൾ ഒഴിച്ച് നമ്മൾ നോട്ട് ചെയ്യണം. എന്നിട്ട് നമുക്കിത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഹീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒരു ടെമ്പറേച്ചർ നോക്കുന്ന സംഭവമുണ്ട്. ഇത് വെച്ചിട്ട് ഇതാദ്യം തന്നെ ഇവിടെ സ്വിച്ച് ഓൺ ആക്കുക. എന്നിട്ട് ടെമ്പറേച്ചർ 100 ടെമ്പറേച്ചർ 100 ഈ അരമാർക്ക് കട്ട ഈ അറ്റത്താണ് 100 കേട്ടോ. ഇതിങ്ങനെ 0 കൊടുത്തിട്ട് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ ഇങ്ങനെ നമുക്ക് മാർക്കിങ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത് വേറെയാണ്. ഇതിൽ ഒരു 40, 60, 20 അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഇവിടെ സെൻറ്ററിലൊക്കെ വെച്ചിട്ട് ചൂടാകുമ്പോൾ എന്ത് ചെയ്യണം, ഈ 40 എന്നുള്ളത് 20ലേക്ക് മാറുമ്പോൾ നമ്മളതിൽ ഇറക്കണം. ഇതിങ്ങനെ എടുക്കാനായിട്ട് നമുക്ക് ഒരു പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ സാധനം വെച്ചിട്ട് നമ്മളത് എടുത്തിട്ട് 20 ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതിങ്ങനെ വെച്ചിട്ട് പൊന്തിച്ച് നോക്കുക. 20 ml ആയിന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം അതിനെടുത്ത് അപ്പോൾ നമ്മളത് കൂൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 മിനിറ്റ് പിന്നെയും ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചൂലോ. അത് ചൂടാറി അതിൻ്റെ ഒരു 15 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിരുന്ന അത് തന്നെ കഴുകി വെച്ചിട്ടുണ്ടാവും. ഡിസ്റ്റിൽ വാട്ടർ വെച്ച് കഴുകി വെച്ചിട്ട് വോളിമെട്രിക് ഫ്ലാസ്കുകൾ ഈ 2 ഫ്ലാസ്കിലേക്ക് തന്നെ നമ്മുടെ ബ്ലാങ്ക് ഉണ്ടായിരുന്ന ബ്ലാങ്കിലേക്കും സാമ്പിൾ ഉണ്ടായിരുന്ന സാമ്പിളിലേക്ക് ഒഴിച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ 10 ml കോൺസെൻട്രേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ പിപ്പറ്റ് ചെയ്തെടുക്കുക. അത് ഇതിലേക്ക് ഒഴിക്കുക, ഈ സാമ്പിളിലേക്ക് ഒഴിക്കുക, ബ്ലാങ്കിലേക്ക് ഒഴിക്കുക. അത് ഞാൻ 2 ml ഫിനാൻത്രോലിൻ മോണോഹൈഡ്രേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 ml ഇതിലേക്ക് ഒഴിക്കുക, മിക്സ് ചെയ്യുക. എന്നിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിനൊരു കളർ നമുക്ക് ബ്ലാങ്കിൽ ലൈറ്റ് കളറും മറ്റൊരു ഡാർക്ക് കളറാണ് വരിക. ഒരു ഇങ്ങനത്തെ ഒരു ഓറഞ്ച് കളറാണ് വരിക. അപ്പോൾ അങ്ങനെ ഒരു ഇത് ബ്ലാങ്ക് കണ്ട ലൈറ്റ് കളർ, ഇത് സാമ്പിൾ കുറച്ച് ഡാർക്ക് ആയിരിക്കും. അപ്പോൾ അതുപോലെ വന്നിട്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്യാനായിട്ട് ബ്യൂറേറ്ററി എടുക്കേണ്ട ഒരു റിയേജൻ്റ് ഉണ്ട്. ആ റിയേജൻ്റ് നമ്മൾ അതിലെടുക്കുക. ടൈട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കിട്ടുമല്ലോ. അതായത് നമുക്ക് ഈ ഒരു കളറിൽ കിട്ടും. ഇനി നമ്മൾ 15 മിനിറ്റ് ഇതിനെയും വെക്കുക. കുറച്ച് 2 എണ്ണം 15 മിനിറ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് സ്പെക്ട്രോമീറ്ററിൽ, അതിലുണ്ടാവും അത് എങ്ങനെ അത് ചെയ്യേണ്ടതെന്നുള്ളത്.